മാനം തന്നെ അങ്ങ് പോയി. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. എടുക്കാനുള്ളൊക്കെ എടുത്തോ. അപ്പോഴേക്ക് അച്ഛൻ ഒരു പ്രധാന തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. വീട്ടിൽ നിന്നും പടിയടച്ച് പിണ്ടം വെച്ചതുപോലെ എന്നെ ലണ്ടനിലേക്ക് പറഞ്ഞു വിടാൻ എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ചു. മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് എനിക്കത് അനുസരിക്കേണ്ടി വന്നു. നീലിമയുടെയും അവളുടെ കാമുകൻ ആദിയുടെയും വിവാഹം നടക്കാൻ ഒരാഴ്ച മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ വിവാഹത്തിന് മുൻപ് നീലിമയ്ക്ക് ആരോ ഒരാളുമായി കിടക്ക പങ്കിടേണ്ടി വന്നു. അവൻ ആരാണെന്നോ എന്താണെന്നോ പോലും നീലിമയ്ക്ക് അറിയില്ലായിരുന്നു. ലഹരി ബോധം മറച്ച ആ രാത്രിയിൽ അവളുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. ഒരാഴ്ചയിൽ എൻഗേജ്മെന്റ് വെച്ചിട്ട് എന്ത് വലിയ പാപോ ഞാൻ എന്റെ ആദിയോട് ചെയ്തത്. ആരോ വാതിലിൽ ശക്തമായി ഇടിക്കുന്നത് കേട്ട് ഞെട്ടിയ നീലിമ തന്റെ വസ്ത്രങ്ങൾ വാരിയെടുത്ത് ധരിച്ച ശേഷം അവൾ വാതിൽ തുറന്നു. എന്നാൽ അവൾക്ക് മുൻപിൽ നിന്നിരുന്നത് നീലിമയുടെ പ്രതിശ്രുത വരൻ ആദിയായിരുന്നു. നിന്നെ പോലെ ഒരുത്തിയാണല്ലോ ഞാൻ ഇത്രയും കാലം പ്രാണനെ പോലെ സ്നേഹിച്ചത്. എന്റെ ജീവിതം ഇല്ലാതാക്കിയ ആ ഒരുത്തൻ ആരാണ്? അവനിപ്പോ എവിടെയാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്നായാലും എനിക്ക് അറിയുക തന്നെ വേണം. നീലിമ കാത്തിരുന്ന ആ ഒരാൾ അവനായിരുന്നു സിദ്ധാർത്ഥ്. അന്നത്തെ രാത്രിയിൽ നീലിമയുടെ ജീവിതത്തിൽ ക്ഷണിക്കപ്പെടാതെ അതിഥിയായി വന്ന സിദ്ധാർത്ഥ് വൈകിയാണെങ്കിലും അയാൾ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞിരുന്നു. ആ രാത്രിയിൽ തനിക്കൊപ്പം ചെലവഴിച്ച പെൺകുട്ടിയുടെ മുഖം പോലും അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. പക്ഷേ താൻ ചെയ്തത് പൊറുക്കാനാകാത്ത തെറ്റാണെന്ന ചിന്ത അവനെ ഇന്നും വേട്ടയാടുന്നു. ലഹരിക്ക് അടിമപ്പെട്ട് തിരുത്താനാകാത്തൊരു തെറ്റ് ചെയ്തിട്ട് 5 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്നും എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. കുടിച്ചത് കൂടിപ്പോയി എന്നത് ഒരു പെൺകുട്ടിയോട് അങ്ങനെ ചെയ്യാനുള്ള ലൈസൻസ് അല്ല എന്നെനിക്കറിയാം. ഇന്ന് എന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ വെറുപ്പ് തോന്നുന്നു. ഈ ലോകത്തെവിടെയാണെങ്കിലും അവളെ കണ്ടുപിടിച്ച് മാപ്പ് ചോദിക്കണം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. പക്ഷേ ഇപ്പൊ അവൾ എവിടെയായിരിക്കും? സിദ്ധാർത്ഥ് പറഞ്ഞതുപോലെ നീണ്ട 5 വർഷങ്ങൾ അപ്പോഴേക്കും കടന്നുപോയിരുന്നു. നീലിമയുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അന്നത്തെ രാത്രിയിൽ നടന്ന ചതിയുടെ സമ്മാനമായി നീലിമയ്ക്കൊരു മകൻ ജനിച്ചിരുന്നു, അശ്വിൻ എന്ന അച്ചു. അച്ചുവിന് ഇന്ന് 4 വയസ്സാകുന്നു. കുസൃതി കുടുക്കയായ അവനാണ് നീലിമയുടെ സ്ട്രെസ് ബസ്റ്റർ. ഒരു ദിവസം അച്ചുവിന്റെ കുസൃതികൾക്ക് പിറകെ ഓടുമ്പോഴാണ് അവളെ തേടി ആ ഫോൺ കോൾ എത്തിയത്. ഫോണിൽ തെളിഞ്ഞ പേര് കണ്ട് നീലിമയുടെ മുഖം ചുവന്നു. ആരായിരുന്നു അത്? എന്താണ് നീലിമയെ വിളിക്കുന്ന ആ ഒരാൾക്ക് പറയാനുണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാൻ നീലിമ മടിക്കുന്നത്? ഞാൻ ജീവനോടെയുള്ള കാര്യം അച്ഛൻ ഓർമ്മയുണ്ടോ? പതിവില്ലാതെ കോള് കണ്ടുകൊണ്ട് ചോദിച്ചതാ. ഞാൻ വിളിച്ചത് നിന്റെ അനിയത്തിയുടെ കല്യാണം ക്ഷണിക്കാനാ. വരനെ നിനക്ക് നന്നായിട്ടറിയാം. വേറെ ആരുമല്ല, നമ്മുടെ ആദ്യ തന്നെ. എന്തൊക്കെ സംഭവിച്ചാലും ഈ കല്യാണത്തിന് ഞാൻ വരില്ല. ഞങ്ങൾക്കാർക്കും വേണ്ടിയല്ല, നിന്റെ മുത്തശ്ശിക്ക് വേണ്ടി നീ വരണം. പറ്റില്ല എന്നാണെങ്കിൽ ശരി, അത് നിന്റെ ഇഷ്ടം. തന്റെ ജീവിതം തകർത്ത അഞ്ജലിയുടെ വിവാഹത്തിന് പോകണ്ട എന്ന് നീലിമ ആദ്യം കരുതിയെങ്കിലും നീലിമ അറിയേണ്ട ഒരു രഹസ്യം സമയമാകുമ്പോൾ പറഞ്ഞു തരാമെന്ന് മുത്തശ്ശി മുൻപ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ അവളെ തീരുമാനം മാറ്റാൻ പ്രേരിപ്പിച്ചു. എന്തായിരിക്കും മുത്തശ്ശി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആ രഹസ്യം? അതറിയണമെങ്കിൽ മുത്തശ്ശി എത്രയും വേഗം കാണണം. ഒടുവിൽ മകൻ അശ്വിനൊപ്പം ഇന്ത്യയിലേക്ക് പോകാൻ അവൾ തീരുമാനിക്കുന്നു. അമ്മേ, എനിക്കൊന്ന് വാഷ്റൂം പോകണം. വേഗം പോയിട്ട് വരണം കേട്ടോ. ഇതൊന്നും കേട്ടിട്ട് ഞാൻ പേടിക്കില്ലെന്ന് കേശവന്മാരെ വിളിച്ച് പറഞ്ഞേക്ക്. ഒരുപാട് ശത്രുക്കളെ ഫേസ് ചെയ്തിട്ട് തന്നെയാ ഞാൻ ഈ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത്. അത് മുന്നോട്ട് കൊണ്ടുപോവാനും ഈ സിദ്ധാർത്ഥനറിയാം. അവന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ പറ. രക്തം രക്തത്തെ തിരിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു അത്. അവൻ പോലും അറിയാതെ ആ വാക്കുകൾ അച്ചുവിൽ നിന്നും പുറത്തേക്ക് വന്നു.
മോനെന്തെങ്കിലും പറഞ്ഞോ? എന്റെ അച്ഛനല്ലേ? എനിക്കറിയാം എന്റെ അച്ഛൻ തന്നെയാണെന്ന്. ഏയ്, അച്ഛാ, ഞാൻ നിന്റെ അച്ഛനല്ല. കള്ളം പറയണ്ട, ഇത് തന്നെ എന്റെ അച്ഛൻ. ഏയ്, വിടോ. നിനക്ക് ഞാൻ പറഞ്ഞാ മനസ്സിലാവില്ലേ? സത്യം പറ, എന്നോട് ഇങ്ങനെ വന്ന് പറയാൻ ആരാ നിന്നെ പറഞ്ഞയച്ചത്? എന്റെ അച്ഛൻ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? അമ്മേ, ദേ അച്ഛൻ. സോറി സാർ, മോൻ അറിയാതെ പറഞ്ഞു പോയതാ. മോൻ വാ, നമുക്ക് പോവാം. വാ. സത്യം പറഞ്ഞോ, ആരാ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? എന്റെ ഇമേജ് സ്പോയിൽ ചെയ്യാൻ എത്ര രൂപ തരാന്ന് അവർ ഓഫർ ചെയ്ത്? ഇനി എന്താ നിങ്ങളുടെ അടുത്ത പരിപാടി? മീഡിയയുടെ മുന്നിൽ പ്രഹസനമാണോ? അതാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. ഇങ്ങനെ കാശുണ്ടാക്കിയിട്ടാണോ നീ നിന്റെ മോനെ വളർത്തുന്നത്? അല്ല, ശരിക്കും ഇവൻ നിന്റെ മോൻ തന്നെയാണോ? ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. താൻ ആരായാലും എനിക്കെന്താടോ? സ്ത്രീകളോടും കുട്ടികളോടും ആദ്യം മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കേ. ഇതൊന്നും തന്റെ വീട്ടിൽ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? എന്റെ വീട്ടിൽ പഠിപ്പിച്ചതൊക്കെ അവിടെ ഇരിക്കട്ടെ. അല്ല, സ്വന്തം കുട്ടിക്ക് അച്ഛൻ ആരാണെന്ന് ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അതോ നിനക്ക് തന്നെ അറിയില്ലേ ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന്? ശരിയാ മിസ്റ്റർ, എനിക്കെന്റെ മകന്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ല. പക്ഷേ ഞാൻ എന്റെ മോനോട് ഒന്ന് പറഞ്ഞോളാം, നിന്നെപ്പോലൊരാളല്ല അവന്റെ അച്ഛനെന്ന്. ഒരു അപരിചിതൻ തന്റെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞത് അവളുടെ മനസ്സിനെ കുറച്ചൊന്നുമല്ല വേദനിപ്പിച്ചത്. നീലിമയുടെ മറുപടി സിദ്ധാർത്ഥിനെ ശരിക്കും വിഷമിപ്പിച്ചു. അച്ചു വാഷ്റൂമിൽ മറന്നുവെച്ച റുബിക്സ് ക്യൂബ് കണ്ടതോടുകൂടി അങ്ങനെയൊരു ചോദ്യം അവളോട് ചോദിക്കണ്ടായിരുന്നു എന്ന് സിദ്ധാർത്ഥിന് തോന്നി. ബിസിനസ് എതിരാളികളുടെ എന്തോ പ്ലാനിംഗ് ആണെന്ന് കരുതിയ പെട്ടെന്ന് ആ കുഞ്ഞിനോട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. ഞാൻ ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാ. അവൻ കാണുക തന്നെ അവന്റെ അമ്മയോട് മാപ്പ് ചോദിക്കണം. ലഗേജൊക്കെ കളക്ട് ചെയ്ത് എയർപോർട്ടിൽ നിന്നും പുറത്തു വന്ന നീലിമയെ തന്റെ മുന്നിൽ കണ്ട കാഴ്ച വല്ലാതെ അസ്വസ്ഥയാക്കി. നീലിമയെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയിരിക്കുന്നത് അഞ്ജലിയും ആദിയുമായിരുന്നു. നീലിമയ്ക്ക് അവരോടൊപ്പം പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. വർഷങ്ങൾക്ക് മുൻപുള്ള ആ രാത്രി നീലിമയെ ആ പാർട്ടിക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അഞ്ജലിയായിരുന്നു. അഞ്ജലി, നീലിമയുടെ രണ്ടാനമ്മയിൽ അവളുടെ അച്ഛനുണ്ടായ അവളുടെ സഹോദരി. ചേച്ചി, ഒരു ഡ്രിങ്ക്സ് എടുക്കട്ടെ? വേണ്ട, എന്നാലൊരു സോഫ്റ്റ് ഡ്രിങ്ക് ആയാലോ? ഹോട്ടലിൽ നടന്ന പാർട്ടിയിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ് ലഹരി കലർത്തിയൊരു പാനീയം നീലിമയ്ക്ക് കൊടുത്തതും ബോധം പോയ നീലിമയെ അവളെപ്പോലെ തന്നെ ബോധമില്ലാതെ കിടക്കുകയായിരുന്ന ഏതോ ഒരുത്തന്റെ മുറിയിലേക്ക് തള്ളിയിട്ടതും അഞ്ജലിയായിരുന്നു. തങ്ങളെക്കാൾ വലിയൊരു പണക്കാരനെയാണ് നീലിമ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ മുതൽ ശ്വാസം മുട്ടിയാണ് അഞ്ജലിയും അവളുടെ അമ്മ സത്യഭാമയും അഞ്ജലിയുടെ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. ആദിയുടെയും നീലിമയുടെയും വിവാഹം നടത്തരുതെന്ന് അവർ അന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു. അതിനായി അമ്മയും മകളും ചേർന്നുണ്ടാക്കിയ പ്ലാനാണ് അവർ കരുതിയതിനേക്കാളും വലിയ രീതിയിൽ ഇപ്പോൾ സക്സസ് ആയിരിക്കുന്നത്. എങ്ങനെയുണ്ട് മോനെ? ഗംഭീരായിട്ടുണ്ട്. ചേച്ചി, ചേച്ചി നമ്മളെ എല്ലാരെയും ചതിച്ചു. അയ്യോ പാവം, ഈ ആദ്യം ചതിച്ചു. എന്താ നീ പറയുന്നേ? നിങ്ങള് വാ, എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. നീലിമ രാത്രിയിൽ ആരുടെയോ കൂടെ ഹോട്ടലിൽ ചിലവഴിച്ചു എന്ന് അഞ്ജലി പറഞ്ഞതനുസരിച്ചാണ് ആദിയും വാസുദേവനും രാവിലെ തന്നെ ഹോട്ടൽ മുറിയിലേക്ക് എത്തുന്നത്. ലിഫ്റ്റ് വരെ ലേറ്റോ, സ്റ്റെപ്പ് കയറി പോവാം. വാ. ആദിയുമായി കോറിഡോറിലേക്ക് അവർ ഓടിയെത്തുമ്പോഴാണ് അഞ്ജലി പറഞ്ഞ നീലിമയുടെ മുറിയിൽ നിന്നും ഷർട്ട് ധരിച്ചുകൊണ്ടൊരു യുവാവ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവർ കണ്ടത്. അതാരാണെന്നറിയാൻ ആദി ആ യുവാവിന്റെ പുറകെ പോയെങ്കിലും അപ്പോഴേക്കും അയാൾ ലിഫ്റ്റിൽ കയറിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ ആ യുവാവ് ആരാണെന്നറിയാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. ഒരുപക്ഷെ അവിടെ വെച്ച് ആ യുവാവിനെ കണ്ടില്ലായിരുന്നുവെങ്കിൽ അഞ്ജലിയുടെ ഈ പ്ലാൻ തന്നെ നടന്നു എന്ന് വരില്ലായിരുന്നു. നീലിമയുടെ കണ്ണുനീരിനു മുമ്പിൽ അവൾ പറഞ്ഞതെല്ലാം ആദി വിശ്വസിച്ചേനെ. എന്നാൽ വിധി അവിടെയും അഞ്ജലിക്കൊപ്പം നിന്നു. പിന്നീട് നടന്നതെല്ലാം അഞ്ജലിയും സത്യഭാമയും പ്ലാൻ ചെയ്തതുപോലെ തന്നെയായിരുന്നു. താൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന നീലിമ തന്നെ ചതിച്ചത് ഉൾക്കൊള്ളാൻ സാധിക്കാതിരുന്ന ആദിയെ ആശ്വസിപ്പിക്കാനെന്ന മട്ടിൽ അഞ്ജലി ഒപ്പം കൂടി. ആദിയെ സ്വന്തമാക്കുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. ഓ മതി, ഒന്ന് നിർത്താവോ?
ഈ ഒരുമ്പെട്ടവള് കാരണം എന്റെ കുടുംബത്തിന്റെ മാനം തന്നെ അങ്ങ് പോയി. അച്ഛാ, ഞാൻ കാരണം എന്റെ ആദിയുടെയും കുടുംബത്തിൽ സമാധാനം ഇല്ലാതായെന്ന് പറഞ്ഞ് എന്റെ കുടുംബം ഒന്നാകെ എന്നെ വേദനിപ്പിച്ചോണ്ടേയിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണായിരിക്കും ശത്രു എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്നാ സന്തോഷത്തോടെ പോവുകയായിരുന്ന എന്റെ ആദിയുടെയും ജീവിതം തകർക്കാൻ എന്റെ സഹോദരി തന്നെ വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. അതേസമയം ഒന്നും നടന്നിട്ടില്ലാത്തതുപോലെ അഞ്ജലി നിഷ്കളങ്ക ഭാവത്തിൽ അച്ചുവിനെ കൊഞ്ചിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ നീലിമയുടെ ദേഷ്യം ഇരട്ടിയായി. എന്റെ മോന്റെ അടുത്ത് നിന്റെ അഭിനയൊന്നും വേണ്ട. അയ്യോ ചേച്ചി, എന്തൊക്കെയാ പറയുന്നേ? നീ നേടണമെന്ന് കരുതിയതൊക്കെ നിനക്ക് കിട്ടിയില്ലേ? ഞാൻ നിന്റെ കല്യാണം കൂടാൻ വന്നൊന്നുമല്ല. അയ്യോ, എനിക്ക് എന്റെ മുത്തശ്ശി ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. അയ്യോ, ആദ്യം ഇത് കേട്ടോ? ഞാൻ ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് സ്നേഹിച്ചിട്ട് പറഞ്ഞത് കേട്ടില്ലേ? ആദ്യക്ക് ഞാൻ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? നീ എന്താ നിന്നെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത്? കല്യാണം കഴിക്കാതെ ഒരു കുട്ടിയുമായിട്ട് വന്ന നിന്നേക്കാളും 1000 മടങ്ങ് മിടുക്കി തന്നെയാ അഞ്ജലി. നീ എന്നോട് ചെയ്ത പോലൊന്നും ഒരു കാലത്തും ഇവളെന്നോട് ചെയ്യില്ല. ആദി പറഞ്ഞ വാക്കുകളുടെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും അയാൾ തന്റെ അമ്മയെ വഴക്കു പറഞ്ഞതാണെന്ന് അച്ചുവിന് മനസ്സിലായി. എന്റെ അമ്മയുടെ മര്യാദയ്ക്ക് സംസാരിക്കണം. എനിക്ക് എന്തായാലും നല്ല പഠിപ്പാ കുഞ്ഞിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതെങ്ങനെയാ? പിഴച്ചു പെറ്റവന്റെ വായിന്ന് പിഴച്ച വർത്താനല്ലേ വരൂ. ആദി ഇത് പറഞ്ഞു തീർന്നതും നീലിമയുടെ കൈ അവന്റെ കരണം പൊളിച്ചിരുന്നു. എയർപോർട്ടിൽ അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ലഭിച്ച ആ അടി അവന് വലിയ നാണക്കേടുണ്ടാക്കി. വികാരാധീനനായി നീലിമയെ തിരിച്ചടിക്കാൻ ചെന്ന ആദിയുടെ മുൻപിലേക്ക് തന്റെ അമ്മയെ രക്ഷിക്കാൻ പാഞ്ഞു ചെന്ന അച്ചുവിനെ ആദി വലിച്ചെറിഞ്ഞു. എന്നാൽ രക്ഷകനായ ഒരു കൈ നിലത്ത് വീഴാതെ അച്ചുവിനെ താങ്ങി നിർത്തി. ആ കൈകൾ മറ്റാരുടേതുമായിരുന്നില്ല, സിദ്ധാർത്ഥിന്റേതായിരുന്നു. ഒരുപക്ഷെ കാലം കാത്തുവെച്ച മുഹൂർത്തമായിരുന്നിരിക്കണമിത്. മറന്നുവെച്ച റുബിക്സ് ക്യൂബ് അച്ചുവിന് തിരിച്ചു കൊടുത്ത സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ആദിക്കരികിലേക്ക് ചെന്ന് അവനെ കുത്തിനു പിടിച്ചു. ഇത് കണ്ട നീലിമയും അഞ്ജലിയും ഒരുപോലെ ഞെട്ടി. എന്റെ മകന്റെ ദേഹത്ത് കൈവയ്ക്കുന്നോടാ? സ്ത്രീകളോടും കുട്ടികളോടും എങ്ങനെയാ പെരുമാറേണ്ടെന്ന് നിന്റെ വീട്ടിൽ പഠിപ്പിച്ചു തന്നിട്ടില്ല? കുറച്ചു മുമ്പ് വാഷ്റൂമിൽ വെച്ച് തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞ ആള് തന്നെയാണോ ഇതെന്ന് നീലിമയ്ക്ക് സംശയം തോന്നി. അപ്പോഴേക്കും അവിടേക്ക് ഓടിയെത്തിയ സിദ്ധാർത്ഥിന്റെ ബോഡി ഗാർഡ്സ് ആദ്യം ഒരടി മുന്നോട്ട് വെക്കാനാകാത്ത വിധത്തിൽ തടഞ്ഞു നിർത്തി. അവരുടെ ബലിഷ്ഠമായ കരങ്ങളിൽ ഒന്നനങ്ങാൻ പോലും ആവാതെ ആദി നിന്നു. അഞ്ജലിയുടെ ഒരുപാട് നേരത്തെ അപേക്ഷകൾക്കൊടുവിൽ ആദിയെ റിലീസ് ചെയ്യാൻ സിദ്ധാർത്ഥ് അവർക്ക് നിർദ്ദേശം നൽകി. മോളെ, നിന്നോട് മോനെയും കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലേ? അതിനിടയില് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇതുപോലെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ നീ എന്തിനാ വഴക്കുണ്ടാക്കി സമയം കളയുന്നത്? ശരി, വിട്ടേക്ക്. വാ മോനെ, ആ ബാഗ് എടുത്തേക്ക്. തന്റെ കൺമുമ്പിൽ നടക്കുന്നത് എന്താണെന്ന് നീലിമയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഒരു അപരിചിതൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? തന്റെ മുൻപിൽ മറ്റു വഴികളൊന്നുമില്ലാത്തതിനാൽ സിദ്ധാർത്ഥിന്റെ കൂടെ പോകാൻ നീലിമ തീരുമാനിച്ചു. സിദ്ധാർത്ഥ് അച്ചുവിനെയും നീലിമയെയും തന്റെ ലിമിറ്റഡ് എഡിഷൻ കാറിൽ കൊണ്ടുപോകുന്നത് അഞ്ജലി അസൂയയോടെ നോക്കി നിന്നു. ഇത് സുധാകരൻ, വാസുദേവന്റെ സുഹൃത്താണ്. പ്രായം 50 കഴിഞ്ഞ് മുടിയെല്ലാം പോയെങ്കിലും വിഗ് വെച്ച് ചെറുപ്പക്കാരനായിട്ടാണ് നടപ്പ്. വിദേശത്തു നിന്നും വരുന്ന നീലിമയെ സുധാകരന് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തിരിക്കുകയാണ് വാസുദേവൻ. നീലിമ എവിടെ? എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? അവളും അവളുടെ ആ നശിച്ച ചെറുക്കനും കൂടി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. കൂടെ ഇതൊരു വലിയ പണക്കാരനും വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ കരുതിയത് അവള് വളച്ചെടുത്ത് ഏതോ പുതിയ ആളാണെന്നാ. പക്ഷേ അവളുടെ ആ പിഴച്ച കൊച്ച് അവനെ അച്ഛാന്നാ വിളിച്ചത്. അതവളുടെ ഹസ്ബൻഡ് ആണെന്നാ തോന്നുന്നേ. എന്താ പറഞ്ഞേ? ഹസ്ബൻഡോ? ടെൻഷൻ ആവാതെ സുധാകര, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും. എങ്ങനെ? നിന്റെ മൂത്ത മകള് ഫോറിനിൽ നിന്ന് വരുമ്പോ എനിക്ക് കെട്ടിച്ചു തരാന്ന് പറഞ്ഞല്ലേ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ആ ഉറപ്പിന്റെ പുറത്തല്ലേ നീ പറഞ്ഞ എല്ലാ ഇൻവെസ്റ്റ്മെന്റും നിന്റെ പേരിൽ ചെയ്തത്? എന്നിട്ട് എന്നെ ചതിക്കാനാണോ പ്ലാൻ? നീ പേടിക്കണ്ട സുധാകര, നിനക്ക് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും. നീലിമ നിനക്കുള്ളത് തന്നെയാണ്. അവളുടെ മുത്തശ്ശിയെ കാണാൻ പോയതായിരിക്കും.
മുത്തശ്ശിയുടെ അടുത്തേക്കോ? ഇനി ആ കിളവി നീലിമയുടെ രഹസ്യങ്ങളൊക്കെ തുറന്നു പറയൂ. അയ്യോ, പിന്നെ എന്തായിരിക്കും നമ്മുടെ ഗതി? അയ്യോ, നീ പേടിക്കണ്ട. ആ കിളവിയുടെ വായിന്ന് എന്തെങ്കിലും പുറത്തു വന്നാ നിന്റെ അച്ഛൻ ആരാണെന്ന് ശരിക്കും അവരറിയും. നീലിമയുടെ അമ്മയ്ക്ക് സംഭവിച്ചത് നീലിമയ്ക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആ കിളവിയെല്ലാം രഹസ്യമായിട്ട് തന്നെ വെക്കും. മോനൊരു കാര്യം ചെയ്യും, അഞ്ജലിയുമായി അവിടെ ചെന്ന് വേറെ എന്തെങ്കിലും പറഞ്ഞ് അവളെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരണം. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. വാസുദേവൻ പറഞ്ഞത് കേട്ട് ആദിയും അഞ്ജലിയും നീലിമയെ കൂട്ടിക്കൊണ്ടുവരാൻ അവിടെ നിന്നും ഇറങ്ങി. എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആദിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്താണ് അഞ്ജലി പറഞ്ഞ മുത്തശ്ശിക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യം? അത് നീലിമയെ അറിഞ്ഞാൽ എന്താവും സംഭവിക്കുക? നീലിമയുടെ അമ്മയ്ക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത്? മുത്തശ്ശിയുടെ വീട്ടിൽ നീലിമയെയും അച്ചുവിനെയും ഡ്രോപ്പ് ചെയ്യുന്ന സിദ്ധാർത്ഥ്. അച്ചു വാ. തന്റെ കൺമുമ്പിൽ നിൽക്കുന്നത് സ്വന്തം മകനാണെന്ന സത്യം മനസ്സിലാക്കാതെ അവിടെ നിന്നും മടങ്ങുന്ന സിദ്ധാർത്ഥ്. 5 വർഷങ്ങൾ കഴിഞ്ഞാണ് നീലിമ തന്റെ മുത്തശ്ശി മാധവിയെ കാണുന്നത്. കണ്ടയുടനെ തന്നെ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് നീലിമ ഒരുപാട് കരഞ്ഞു. മാധവി നീലിമയുടെ അമ്മയുടെ അമ്മയാണ്. തന്റെ ഉള്ളിലെ സ്നേഹം മുഴുവൻ കൊടുത്തിട്ടാണ് അവർ നീലിമയെ വളർത്തിയത്. പക്ഷേ വാസുദേവനെ പേടിച്ച് പലതും നീലിമയോട് തുറന്നു പറയാൻ മുത്തശ്ശിക്ക് കഴിഞ്ഞിരുന്നില്ല. തന്റെ പേരക്കുട്ടിയെ അന്നാദ്യമായിട്ടായിരുന്നു മുത്തശ്ശി നേരിൽ കാണുന്നത്. മുത്തശ്ശിയുടെ ഉള്ളിലെ സ്നേഹം മുഴുവൻ അണപൊട്ടിയൊഴുകി. മോനെ, നീലിമയെക്കുറിച്ചുള്ള രഹസ്യം എന്നെങ്കിലും ഒരു നാൾ തുറന്നു പറയാൻ വേണ്ടി മുത്തശ്ശി മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. മുത്തശ്ശിയെ കണ്ട നീലിമയ്ക്ക് മനസ്സിന് ചെറിയൊരു ആശ്വാസം തോന്നി. തന്റെ തറവാട്ടിലെ ഭൂതകാല സ്മരണകളിലേക്ക് അവളുടെ മനസ്സറിയാതെ സഞ്ചരിച്ചു. അപ്പോഴേക്കും ആദിയോടൊപ്പം അഞ്ജലി അവിടെ എത്തിയിരുന്നു. മുത്തശ്ശിയുടെ മുൻപിലേക്ക് വന്ന അഞ്ജലി പുതിയ നാടകത്തിനുള്ള കളമൊരുക്കുകയായിരുന്നു. കൃത്രിമ സ്നേഹത്തോടുകൂടി അവൾ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. എത്ര നാളായി കണ്ടിട്ട്, സുഖമായിട്ടിരിക്കുന്നില്ലേ? ആദിയെയും അഞ്ജലിയെയും അവിടെ കണ്ട നീലിമയ്ക്ക് ദേഷ്യം ഇരട്ടിച്ചുവെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നു. എയർപോർട്ടിൽ നടന്നതൊക്കെ ഇവൾ ഇത്ര പെട്ടെന്ന് മറന്നോ? നാശങ്ങള് ഒന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ അല്പ സമാധാനം കിട്ടിയേനെ. ചേച്ചി ശരിയാക്കി തരുന്നുണ്ട്. ചേച്ചി എന്താ നേരെ ഇങ്ങോട്ട് വന്നേ? അച്ഛൻ ചേച്ചിയെ കാണാതെ അവിടെ കാത്തിരിക്കുക. ഒന്ന് വന്ന് കണ്ടിട്ട് പോയിക്കൂടെ? ഒന്നുമല്ലെങ്കിലും പ്രായമായിട്ടുള്ള ഒരാളല്ലേ ചേച്ചി. എവിടെ ചേച്ചിയുടെ ഹസ്ബൻഡ് എവിടെയെന്ന്? ഹസ്ബൻഡോ? അതേ മുത്തശ്ശി, ആ ചേട്ടനല്ലേ ചേച്ചി എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തത്? ഹസ്ബൻഡാണോ മോളെ നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോയത്? അതെ മുത്തശ്ശി, അതാ എന്റെ അച്ഛൻ. പിന്നെ വരാന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയത്. കണ്ടില്ലേ, നമ്മളെല്ലാവരും ചേച്ചിയുടെ നല്ലതല്ലേ ആഗ്രഹിക്കുന്നേ. ചേച്ചിക്ക് നമ്മളെ കുറിച്ച് യാതൊരു ചിന്തയില്ല. ചേച്ചി കല്യാണം കഴിച്ചതോ പറഞ്ഞില്ല. അത് പോട്ടെ മുത്തശ്ശി, ഇത്രയും വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന മോളെ ഒന്ന് കാണണമെന്ന് നമ്മുടെ അച്ഛനും ആഗ്രഹം കാണില്ലേ ചേച്ചി? അതിനു വേണ്ടിയെങ്കിലും ഒന്ന് അങ്ങോട്ട് വന്നൂടെ ചേച്ചി? നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. മുത്തശ്ശി ഒന്ന് പറഞ്ഞു കൊടുക്കും മുത്തശ്ശി. ഇത്രയും വർഷം കാണാത്തതുകൊണ്ട് അച്ഛൻ ചിലപ്പോ എല്ലാം മറന്നു കാണും. എന്ത് നടക്കുമെന്നറിയില്ലെങ്കിലും ഇവരുടെ കൂടെ പോയി നോക്കുന്നതാ നല്ലത്. നിന്റെ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. നീ വീട്ടിലോട്ട് വാടി. അച്ഛന്റെ പ്ലാനൊക്കെ മുന്നിൽ നിന്ന് നടത്തുന്നത് ഈ ഞാനായിരിക്കും. പോവാ പ്ലീസ്, വാ ചേച്ചി. എന്റെ മുന്നിൽ വെച്ച് എന്തൊക്കെ കളത്തരങ്ങളാണ് അഞ്ജലി പറഞ്ഞത്. ഇവരെല്ലാവരും ചേർന്ന് നീലിമയോട് എന്തോ ദ്രോഹം ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും അത്? ഇനി ഞാനും നീലിമയെ മനസ്സിലാക്കാതെയാണോ അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയത്? താൻ എത്തിപ്പെടാൻ പോകുന്നത് വലിയൊരു അപകടത്തിലേക്കാണെന്ന് മനസ്സിലാക്കാതെ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് അഞ്ജലിയോടൊപ്പം പോകാൻ നീലിമ തീരുമാനിച്ചു. താൻ വിരിച്ച വലയിൽ തന്നെ നീലിമ വന്നു വീണ സന്തോഷത്തിൽ അഞ്ജലി നീലിമയെയും കൂട്ടി കാറിനടുത്തേക്ക് നടന്നു. എന്നാൽ ആദി ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. വാസുദേവൻ പ്ലാൻ ചെയ്തതുപോലെ നീലിമയെ വയസ്സനായ സുധാകര മേനോനെ കൊണ്ട് എല്ലാവരും ചേർന്ന് കല്യാണം കഴിപ്പിക്കുമോ? വാസുദേവന്റെ ചതി തിരിച്ചറിഞ്ഞ് നീലിമയ്ക്ക് അവിടെ നിന്നും രക്ഷപ്പെടാനാവുമോ? നീലിമയെ രക്ഷപ്പെടാൻ സഹായിക്കുന്നത് ആദിയായിരിക്കുമോ? തന്റെ മകന്റെ അച്ഛൻ ആരാണെന്ന് നീലിമ കണ്ടെത്തുമോ? തന്റെ യഥാർത്ഥ കുടുംബത്തിനായി സിദ്ധാർത്ഥ് മടങ്ങിയെത്തുമോ? മുത്തശ്ശി സൂക്ഷിച്ചു വെച്ച രഹസ്യം ഒടുവിൽ നീലിമ അറിയുമോ?